ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിൽ വിവിധ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട്. സോ മുമ്പ് ഓഫ്ലൈനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നിലവിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. കേരള സർവകലാശാല വിദ്യാർത്ഥി സൗഹൃദ സേവനങ്ങളുടെ ഭാഗമായിട്ട് 10/12/2024 മുതൽ നിലവിൽ വന്ന ഈ പറയുന്ന ഓൺലൈൻ സേവനങ്ങൾ 31/1/2025 വരെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും തുടരുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 31/1/2025 വരെ, അതായത് ഈ പറഞ്ഞ ജനുവരി 31 വരെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് തന്നെ ആയിരിക്കും. അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമുക്കത് ഡെമോ കാണാം. അതിന് മുമ്പായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണെന്ന് നോക്കാം. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് മാർക്ക്, പ്രോഗ്രാം ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ്, അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ്, അത് വിദ്യാർത്ഥികൾക്കാണ്. മീഡിയം ഓഫ് ഇൻസെട്രേഷൻ സർട്ടിഫിക്കറ്റ്, TC not issued, private candidate, special certificate, program duration certificate, special certificate, internal equivalency certificate, college transfer, സർവകലാശാല ഉത്തരവ്. സോ ഇനി എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് എടുക്കാൻ നോക്കാം. kerala.university.ac.in ഗൂഗിളിൽ എടുക്കുക. സോ ഒഫീഷ്യൽ സൈറ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടൽ എന്ന ടാബ് കാണാം. ആ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ടാബ് ക്ലിക്ക് ചെയ്യുക. So here a portal for online application, our services, eligibility, transcript, program cancellation, affiliation, medium of instruction, college transfer, TC not issued, program duration എന്നിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ജസ്റ്റ് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്യാം. സോ ലോഗിൻ ചെയ്യാനായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് കോഡ്, വിത്ത് കാൻഡിഡേറ്റ് കോഡ്, വിത്തൗട്ട് കാൻഡിഡേറ്റ് കോഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് കോഡ് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് കോഡ്, നിങ്ങളുടെ കോഴ്സ് കൊടുക്കണം, നിങ്ങളുടെ കോഡ്, നിങ്ങളുടെ പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ദെൻ വിത്തൗട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. സോ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. ഇതിൽ തന്നെ മറ്റുള്ള പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹിയർ നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ, കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പോർട്ടൽ അവൈലബിൾ ആണ്. ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾക്ക് ഓൺലൈനായിട്ട് ഇനി മുതൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.